കൊന്നിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് ബ്ലാക്ക് ക്ലോഡിന്റെ ചാപ്റ്റർ 291 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം എന്തായാലും ചെയ്തു വെച്ചേക്കണം, നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്തിട്ടേക്കണം. അതേപോലെ നമ്മളൊരു ഷോർട്ട് സീരീസ് തുടങ്ങിയിട്ടുണ്ട്. 100 ആനിമി റെക്കമെൻഡേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ആ സീരീസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും അതും കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്ക്. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്തെ നമ്മുടെ ആസ്റ്റർ ഡിഫീറ്റ് ചെയ്ത ആ ഒരു ഡീമൻ കംപ്ലീറ്റ്ലി നശിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ നാച്ചപ്പ് പറയുകയും ചെയ്യും, ഡെവിൽ യൂണിയൻ നീ കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നീ എന്തായാലും ചെയ്ത കാര്യം അടിപൊളിയായിട്ടുണ്ട്, വെൽ ഡൺ ആസ്റ്റർ. ഇത് കേൾക്കാൻ നേരത്തെ ചിരിച്ചുകൊണ്ട് നമ്മുടെ ആസ്റ്റർ പറയുന്നുണ്ട്, എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ള കാര്യമുണ്ട്, വൈസ് ക്യാപ്റ്റൻ നാച്ചും നമ്മുടെ ക്യാപ്റ്റൻ യാമിയും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ആരെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ നാച്ച് പുള്ളിക്കാരന്റെ ഷാഡോ യൂസ് ചെയ്ത് നമ്മുടെ ആസ്റ്റിനെ കെട്ടിപ്പിടിച്ച് നേരിക്കുന്നുണ്ട്. നാച്ച് ഭയങ്കരധികം സന്തോഷത്തില്ല, കാരണം പുള്ളിക്കാരൻ ആസ്റ്റിനെ കാണാൻ നേരത്ത് നേരത്തെയുള്ള നാച്ചിനെയാണ് ഓർമ്മ വരുന്നത്. അതായത് പുള്ളിക്കാരന്റെ ചെറുപ്പക്കാരമില്ലേ നമ്മുടെ യാമിയായിട്ടുള്ള, അതാണ് ഓർമ്മ വരുന്നത്. ഇനി പറ്റത്തില്ല, ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ആസ്റ്റർ കിടന്ന് കാറുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ പറയും ചെയ്യും, ഡെവിൽ യൂണിയൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു വേദന ഉണ്ട്, അതൊരു 30 മിനിറ്റ് നിലനിൽക്കുകയും ചെയ്യും, എനിക്കിനി ബ്ലാക്ക് മോഡ് പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. 30 മിനിറ്റോ? അതെങ്ങനെ ശരിയാവും? ഡാർട്ടറിലുള്ള എല്ലാവരും നല്ല ഹയർ ക്ലാസ് ലെവൽസ് ആണ്, ബാക്കിയുള്ളവർക്കൊന്നും അവരുടെ ഫ്രണ്ടിൽ 30 മിനിറ്റ് ഒന്നും പിടിച്ചു നിൽക്കാൻ എന്തായാലും പറ്റത്തില്ല. എന്നാൽ ആ മോറിസ് കാരണം അണ്ടർവേലിലുള്ള ഗേറ്റ് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആണ്, അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. എന്നാൽ അതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഞങ്ങൾ ഡാർട്ടറിനെ ഡിഫീറ്റ് ചെയ്യണം, അടുത്ത ഗേറ്റ് ഓപ്പൺ ആകുന്നതിന് മുമ്പ് തന്നെ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡാൻ ചെയ്യാൻ വട്ടം മുറിക്കുന്നതാണ്, പക്ഷെ ആ മുറിച്ച സെക്കൻഡിൽ തന്നെ പുള്ളിക്കാരൻ അത് റിക്കവർ ചെയ്യുന്നുണ്ട്. നിന്റെ മാജിക് എന്തായാലും അടിപൊളിയാണ് കേട്ടോ, കാരണം നിന്റെ ഒപ്പോണൻസിനെ അനുസരിച്ച് നിന്റെ മാജിക്കിന്റെ പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ നിനക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ ബോഡി നിന്റെ മാജിക്കിനെ ഔട്ട് പെർഫോം ചെയ്തു, അതാണ് നിനക്ക് എന്നെ തൊടാൻ പോലും പറ്റാത്തത്. പക്ഷെ നീ ഇത്ര നേരം പിടിച്ചിരിക്കുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല, നീ എന്തായാലും നിന്റെ ലിമിറ്റിലാന്ന് പറയുന്നിടത്ത് ജാക്ക് പറയുന്നുണ്ട് പിണ്ടി പോകരുത്. എന്നിട്ട് പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഉറപ്പായിട്ട് നിന്നെ സ്ലാഷ് ചെയ്ത് കൊന്നിരിക്കും, എന്തായാലും നീ എന്നെ ഇത്ര നേരം എന്റർടൈൻ ചെയ്തതല്ലേ, അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെ നിന്നെ അങ്ങോട്ട് കൊന്നു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് പുള്ളിക്കാരന്റെ ഫ്രണ്ടിൽ മുഴുവൻ ഫോഗ് വരും. അതിന്റെ അകത്തുനിന്ന് ഒരു ഫയർ ബോട്ട് പെട്ടെന്ന് ഒന്ന് ഡാൻഡിയുടെ മേത്തൊന്ന് പൊട്ടുന്നുണ്ട്, പക്ഷെ പുള്ളിക്കാരനെ അതൊരു സ്ക്രാച്ച് പോലും ഉണ്ടാക്കില്ല. എന്നിട്ട് വളരെ കൂളായിട്ട് തന്നെ അതിന്റെ അകത്തുനിന്ന് നമ്മുടെ മാഗ്നെ അതേപോലെ സോറയും പുറത്തോട്ട് വരും. ഈ ഇച്ചിരി ഇല്ലാത്ത പിള്ളേരെ. എന്നിട്ട് നമ്മുടെ ഡാൻഡെ ഒച്ചത്തിൽ പറയുന്നുണ്ട്, നീയൊന്നും ഒരിക്കലും ഇനി പരിസരത്ത് പോലും വരാൻ പാടില്ലായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ ജാക്കും പറയും, എന്തിനാടാ നീ എല്ലാം കൂടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയോ. അപ്പൊ നമ്മുടെ ഡാൻഡെ പറയും ചെയ്യും, നീ ഇപ്പൊ അവൻ പറഞ്ഞ കേട്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് പോക്കോ, നിനക്കൊന്നും ഇവിടെ ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ മാഗ്നെ പറയും ചെയ്യും, ഞങ്ങൾ ഇവിടേക്ക് വന്നതിന് 2 ഉദ്ദേശമുണ്ട്, ഒന്ന് ക്യാപ്റ്റൻ യാമിനെ റെസ്ക്യൂ ചെയ്യണം, പിന്നെ നിന്നെ പോലുള്ളതിനൊക്കെ അടിച്ച് താഴ്ത്തിടണം. ചിലർക്കൊന്നും എന്റെ അത്രയും മാജിക് ഒന്നും കാണത്തില്ല, പക്ഷെ അവർക്ക് എന്നെ നന്നായിട്ട് തന്നെ എന്റർടൈൻ ചെയ്യാൻ പറ്റും. അതിൽ എക്സാമ്പിൾ ആണ് ദേ അവിടെ കിടക്കുന്നവൻ. പക്ഷെ നിങ്ങളുടെ മാജിക്ക് അതിലും താഴെയാണ്, ആന്റി മാജിക്കും ഇല്ല, യൂണിക് ആയിട്ടുള്ള ഒരു സാധനവും ഇല്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ കിടന്ന് കിടന്ന് ഫൈറ്റ് ചെയ്താലും എന്റെ മേത്തൊരു സ്ക്രാച്ച് പോലും ഉണ്ടാകത്തില്ല. അതുകൊള്ളല്ല, നീ എന്ത് പൊട്ടത്തിലാണ് വിളിച്ചു പറയണത്, ഞാനിവിടെ വന്നേക്കുന്നത് നിന്നെ ഡിഫീറ്റ് ചെയ്യാനാ, അത് ഞാൻ ഒറ്റക്കെന്ന് നമ്മുടെ മാഗ്നയും പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡാൻഡെ പുള്ളിക്കാരന്റെ പവർ റിലീസ് ചെയ്യും. ഇത് കാണുന്ന നേരത്തെ തന്നെ നമ്മുടെ മാഗ്ന നന്നായിട്ട് എന്നെ പേടിക്കുന്നുണ്ട്. എനിക്കറിയാം ഞാൻ വീക്കാണ്, നീയൊക്കെ ഭയങ്കര സ്ട്രോങ്ങർ ആണ്, പക്ഷെ എന്റെ മുമ്പിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നേരത്ത് ഞാൻ എങ്ങനെയാണ് അനങ്ങാൻ നിൽക്കുന്നത്. എനിക്കറിയാം ഞാൻ വീക്കാണെന്ന്, പക്ഷെ എനിക്കതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെന്ന് ഓർക്കാൻ നേരത്ത് ഞാൻ മരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഡാൻഡെ അപ്പൊ പറയുകയും ചെയ്യും, നിന്നെ പോലുള്ള ലോ ലൈഫിന്റെ അടുക്കലൊന്നും എനിക്ക് എന്റെ മാജിക് പോലും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളത്ര എന്നെ അറ്റാക്ക് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാഗ്ന ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു സ്ക്രാച്ച് പോലും നമ്മുടെ ഡാൻഡയുടെ മേത്ത് ഏൽപ്പിക്കുന്നില്ല. പക്ഷെ പുള്ളിക്കാരന്റെ ഹൃദയത്തിന്റെ അവിടുന്ന് ഒരു ചെയിൻ വരും, അത് നമ്മുടെ മാഗ്നയുടെ ഹൃദയത്തിന്റെ അവിടെ അറ്റാച്ച് ആകും. പെട്ടെന്ന് നമ്മുടെ ഡാൻഡയുടെ ഫുൾ പവർ അപ്രത്യക്ഷമാവുന്നുണ്ട്. പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, ഞാനിപ്പോ 100%-ലല്ല, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, നീ ഓർത്തേടുന്നൊന്നും കഷ്ടപ്പെടുന്നു വേണ്ട, ഞാൻ തന്നെ ഇത് എന്നാന്ന് പറഞ്ഞുതരാം. ഇതാണ് ഹാഫ് കേക്ക്. അന്നേരത്ത് തന്നെ വട്ടായിട്ട് തോന്നുന്നുണ്ടല്ലേ, എന്നെ പോലെ എടുത്ത് നിന്നെയൊക്കെ എങ്ങനെ അറ്റാക്ക് ചെയ്യാനാടാ, അതുകൊണ്ട് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു സ്പെല്ലാണിത്, നീ ഇത് വേണമെങ്കിൽ കേട്ടോ. ഈ ഒരു ചെയിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമ്മുടെ രണ്ടുപേരുടെ മാജിക്കിൽ ഈക്വലി സ്പ്ലിറ്റ് ചെയ്ത് രണ്ടുപേർക്കും ഒരേപോലെ കൊടുക്കും. എന്നിട്ട് നമ്മുടെ മാഗ്ന നമ്മുടെ ഡാൻഡയുടെ മുഖത്ത് നോക്കി ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഡാൻഡ പറയും ചെയ്യും, ആദ്യം അറ്റാക്ക് ചെയ്തപ്പോൾ എനിക്കൊന്നും തന്നെ തോന്നിയില്ല, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഈ ഒരു അൾട്ടിമേറ്റ് മൂവ് യൂസ് ചെയ്ത് ഞാൻ ബ്ലാക്ക് ബുൾസിലെ മാഗ്ന നിന്നെ ഇവിടെ ഇട്ട് തല്ലി നശിപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. സോ നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് നാളെ തന്നെ നമ്മുടെ അടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതേപോലെ ഒരു 500 ലൈക്സ് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ടേക്കണേ.